അതെ, ശിവദാസ് ചേരുന്നുണ്ട്. നമ്മൾ സൂചിപ്പിച്ചതുപോലെ ശിവരാത്രിയാണ്. ഈ ശിവരാത്രി എന്ന് പറയുന്നത് കേവലം ക്ഷേത്ര ദർശനം മാത്രമല്ല പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ ഉള്ളിലെ അഹംഭാവത്തെയും സ്വാർത്ഥതയും ഒക്കെ നശിപ്പിക്കാനുള്ളൊരു ദിവസം കൂടിയാണ്. ഒരു പുതിയ മനസ്സിനെ രൂപപ്പെടുത്താനുള്ള ദിവസം കൂടിയാണ്. എന്തായാലും ഇന്ന് കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും വിശേഷ ചടങ്ങുകളുണ്ട്, പൂജകളുണ്ട്. ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരുപാട് അറിയാം, പഞ്ചാക്ഷരി മന്ത്രമുഖരിതമായിരിക്കും. ഓം നമഃ ശിവായ എന്നുള്ള മന്ത്രമുഖരിതമായിരിക്കും. വ്രത ഒക്കെ എടുത്ത് ശിവനാമങ്ങൾ ഉരുവിട്ട് എല്ലാ ഭക്തജനങ്ങളും ഇങ്ങനെ ആ ശിവന്റെ ആ ഒരു ആത്മീയ ചൈതന്യം അറിയാൻ ഉണർന്നിരിക്കുന്ന രാത്രി കൂടിയാണ്. അപ്പോൾ ശിവദാസിനോട് ചോദിക്കാം. ശിവദാസ്, സുപ്രഭാതം. വളരെയധികം വിശേഷപ്പെട്ടൊരു ദിവസമാണ് ഇന്ന്. ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ എങ്ങനെയാണ് ഭക്തജനത്തിരക്ക്, ഒപ്പം എന്തൊക്കെ പ്രത്യേകതകളുള്ള ചടങ്ങുകളാണ് ഇന്ന് അവിടെ നടക്കുക? ശിവദാസ്. രാഖി പ്രദീപിള്ള ഓം നമഃശിവായ എന്ന മഹാശിവരാത്രിയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രങ്ങളിൽ ഒന്നായ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലാണ്. പ്രത്യേകിച്ച് ഈ ശിവരാത്രി നാളിൽ ഇവിടെ പ്രത്യേക പരിപാടികളും പ്രത്യേക പൂജകളും ഒക്കെ ഉണ്ട്. നിരവധി ഭക്തരാണ് അതിരാവിലെ മുതൽ തന്നെ, അതായത് പുലർച്ചെ മുതൽ തന്നെ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും കൂടുതൽ ഭക്തർ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത്. പ്രത്യേക പൂജകൾ ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. നെയ്യഭിഷേകം 24 മണിക്കൂറും ഇവിടെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ധാര ഒരു പ്രധാനപ്പെട്ട വഴിപാടാണ് ഈ ക്ഷേത്രത്തിൽ. ശിവന് വേണ്ടിയിട്ടുള്ള സമർപ്പിച്ചുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ഒരു വഴിപാടുകളിൽ ഒന്നാണ് ധാര. അത് ഈ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു പ്രത്യേക പൂജകൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ മറ്റ് പ്രധാന കലാപരിപാടികൾ അടക്കമുള്ളവ ഉണ്ട്. രാത്രിയിൽ സ്റ്റേജ് പരിപാടികൾ ഉണ്ട്. ഇങ്ങനെ ഈ തിരുവനന്തപുരം നഗരത്തിലും അതോടൊപ്പം തന്നെ ശിവക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ വ്യത്യസ്തമായ പ്രത്യേക പൂജകളും ഇത്തരത്തിലുള്ള കലാപരിപാടികളും അടക്കം നടക്കുന്നുണ്ട്. നമുക്കറിയാം, ശിവരാത്രി എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായും ശിവനിൽ സമർപ്പിച്ചുകൊണ്ടുള്ള ആരാധനകളും ഉപാസനകളുമാണ്. ഈ ശിവരാത്രി ദിനത്തിൽ പൂർണ്ണമായും ഉപവാസം എന്ന് പറയുമ്പോൾ ശിവനോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ശിവന് വേണ്ടി പൂർണ്ണമായും സമർപ്പിക്കുകയാണ് ഭക്തർ ഈ ദിവസങ്ങളിൽ ചെയ്യുന്നത്. ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ, ഒരു വർഷത്തിൽ ബാക്കിയുള്ള മറ്റു ദിവസങ്ങളിലെല്ലാം തന്നെ ശിവൻ നമുക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഈ ഒരു ദിവസം നമ്മൾ ശിവന് വേണ്ടി മാറ്റിവെക്കുന്നു. പൂർണ്ണമായും ശിവന് ശിവന് വേണ്ടി സമർപ്പിക്കുന്ന ഒരു ദിവസമാണ്. അങ്ങനെ ഇതിൻ്റെ ഐതിഹ്യമൊക്കെ നമുക്കറിയാം. പാലാഴി കടഞ്ഞെടുത്ത് അതിൽ നിന്ന് കാളകൂട വിഷം പുറത്തു വരുമ്പോൾ ആ കാളകൂട വിഷം ശിവൻ അത് ലോക നന്മയ്ക്ക് വേണ്ടി ഭക്ഷിക്കുന്നു. ആ സമയത്ത് അതിൻ്റെ ശിവൻ്റെ കണ്ടത്തിൽ പാർവതി ദേവി ഭയത്തോടെ പിടിക്കുന്നു. അങ്ങനെയാണ് ശിവന് നീലകണ്ഠൻ എന്ന പേര് കൂടി വന്നത്. ആ ഒരു ദിവസം കൂടിയാണ്. ആ സമയത്ത് എല്ലാ ദേവി ദേവന്മാരും, ബ്രഹ്മാവും വിഷ്ണുവും മറ്റ് ഇന്ദ്ര ചന്ദ്രദേവന്മാരും എല്ലാം തന്നെ ശിവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമാണ് ഈ ഒരു ദിവസം. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ക്ഷേത്രങ്ങളിലൊക്കെ പ്രത്യേക പൂജകളൊക്കെ ഉണ്ടാകും. ഈ ഒരു ഓരോ ക്ഷേത്രങ്ങളിലും ഇത്തരത്തിലുള്ള പ്രത്യേക പൂജകൾ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് അത്തരത്തിലുള്ള പ്രത്യേക ശിവരാത്രി നാളുകളിലൊക്കെ എന്താണ് കൂടുതൽ ഭക്തർ എത്തുന്നുണ്ട്? ഓരോ ഈ ശിവരാത്രിയുടെ പ്രത്യേകതകൾ എന്തൊക്കെ പൂജകളാണ് ഈ നാളുകളിൽ ഉള്ളത്? 2025 26 ഭക്തർ ഭയങ്കരമായ ജനം. ശിവരാത്രി എന്ന മഹാശിവരാത്രിയാണ് മഹാദേവൻ്റെ ദേവാദിദേവന്മാരുടെ ദേവനായ മഹാദേവൻ്റെ ശിവരാത്രി. ഇത്രേ പേര് ഇങ്ങനെ 2025 26 ഒഴിവിക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ 2025 ഇത്ര ജനമില്ലായിരുന്നു. ഇപ്പോൾ 2026 ഭയങ്കരമായ ജനം വന്നുകൊണ്ടിരിക്കുന്നു. ഭഗവാനോടുള്ള ഭക്തി അത് എല്ലാം കൊച്ചുകുട്ടിക്കും പോലും 80 വയസ്സായ അമ്മയ്ക്കും ഭഗവാന്റെ ഭയങ്കര ഭക്തിയാണ്. അതും ശ്രീകണ്ഠേശ്വരം എന്ന് പറഞ്ഞാൽ ശ്രീകണ്ഠേശ്വരൻ്റെ മണ്ണ് പൊന്നാണെന്നൊരു സത്യം തിരിച്ചറിഞ്ഞ് ആര് മഹാദേവനോട് എന്ത് ചോദിച്ചാലും മഹാദേവൻ കൊടുത്തിരിക്കും. അത്രയും ഇതാണ് ആ ശിവരാത്രി എന്ന് പറഞ്ഞാൽ. ഭഗവാൻ 1000 ഏകാദശി അരശിവരാത്രിയാണ്. 1000 ഏകാദശി അരശിവ. ഈ അരശിവരാത്രി 36 മണിക്കൂർ വ്രതമെടുത്ത് മഹാദേവനെ ഭജിക്കുന്ന ആരായാലും അടുത്ത വർഷം 2027 അവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും മഹാദേവൻ കൊടുക്കും. ഇത്രയേ കാലം കൊണ്ട് വരുന്നവരെ ഞങ്ങൾ കാണുകയാണ്. എത്ര കാലം കൊണ്ട്. അതുകൊണ്ട് ഒരു ജന ഒഴുക്കായിരിക്കും രാത്രി 8 മണി മുതൽ ഇവിടെ ജനം. വെളുപ്പാങ്കാലം 3:30 മണി വരെ ജനത്തിൻ്റെ. ശിവദാസ് കൻമനം ശിവരാത്രിയുടെ ഐതിഹ്യം പറയാനുള്ള ശ്രമത്തിലായിരുന്നു. അതിനിടയിൽ അവിടെ അതിഥിയും എത്തി എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ശിവരാത്രിയുടെ ഒരു വളരെ പ്രശസ്തമായ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് കാളകൂട വിഷം സംബന്ധിച്ചാണ് അല്ലെ. പാലാഴി മഥന സമയത്ത് പൊങ്ങി വന്ന അമൃതിനൊപ്പം തന്നെ ലോകരക്ഷയ്ക്ക് വേണ്ടി കാളകൂട വിഷം പൊങ്ങി വന്നു. അത് താഴെ വീണ് കഴിഞ്ഞാൽ ലോകം ആകെ നശിക്കും. അപ്പോൾ ഭഗവാൻ പരമശിവൻ അതെടുത്ത് കുടിച്ചുവെന്നും
ഈ പരിഭ്രാന്തിയായി പാർവതി ദേവി കഴുത്തിൽ കയറി പിടിച്ചു വന്ന് താഴേക്ക് ഇറങ്ങാതിരിക്കുക. അല്ല പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ലോകനാശം സംഭവിക്കും. അപ്പോ ഭഗവാൻ വിഷ്ണു സ്ഥിതിയുടെ ദേവനായ ഭഗവാൻ വിഷ്ണു വാ പൊത്തിപ്പിടിച്ചു എന്നുമാണ്. എന്തായാലും ആ രാത്രിയിൽ ശ്രീ പാർവതി ദേവി പരമശിവന്റെ ആപത്തൊന്നും വരാതിരിക്കാൻ പ്രാർത്ഥിച്ചു എന്നാണ്. അതാണ് ഒരു അദ്ദേഹത്തിന് നീലകണ്ഠൻ എന്ന പേര് വന്നതും ഈ കാളകൂട വിഷം കാരണം കഴുത്ത് നീലയായി എന്നുള്ളതാണ്.